നമസ്തേ, ഏവർക്കും രഞ്ജിനി വിനോദ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് പാലക്കാട് നഗരത്തിന്റെ മുഖമുദ്രയായ പാലക്കാട് കോട്ടയ്ക്കകത്താണ്. ഈ കോട്ടയ്ക്കകത്ത് അതീവ ചൈതന്യവത്തായ ഒരു ക്ഷേത്രമുണ്ട്, ആഞ്ജനേയ സ്വാമി ക്ഷേത്രം. പണ്ടുകാലത്ത് യോദ്ധാക്കളൊക്കെ ഇവിടെ വന്ന് ഭഗവാനെ ആരാധിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ്. വായുപുത്രനായ മഹാദേവാംശജാതനായ ശ്രീരാമഭക്തനായ അതുല്യ ബലവാനായ ആഞ്ജനേയ സ്വാമിയെ കുറിച്ചാണ് ഇന്ന് നമുക്ക് പറഞ്ഞു തുടങ്ങേണ്ടത്. അതിനായ ഭഗവാൻ വാക്കുകൾ തന്ന് അനുഗ്രഹിക്കട്ടെ. പാലക്കാട് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് നിലകൊള്ളുന്ന പാലക്കാട് കോട്ടയുടെ അകത്ത് സ്ഥിതി ചെയ്യുന്ന കോട്ടയ്ക്കകം ശ്രീ ആഞ്ജനേയ സ്വാമി ക്ഷേത്രം ഏറെ ചൈതന്യവത്തായ ഒരു ക്ഷേത്രമാണ്. കാഴ്ചയ്ക്ക് ഒരു കൊച്ചു ക്ഷേത്രമാണെങ്കിലും കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷിത സ്മാരകമായ പാലക്കാട് കോട്ടയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന് കോട്ടയോളം തന്നെ പൗരാണികതയുണ്ട് എന്ന് പറയപ്പെടുന്നു. ശ്രീ ആഞ്ജനേയ സേവാ സമിതിയാണ് ക്ഷേത്രത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നോക്കി നടത്തുന്നത്. പുരാതന കാലം മുതൽക്ക് തന്നെ പാലക്കാട് കോട്ട നിലവിലുണ്ടായിരുന്നുവെന്നും 1766 ടിപ്പുവിന്റെ പിതാവായ ഹൈദർ അലിയാണ് കോട്ട ഇന്നത്തെ രൂപത്തിൽ നിർമ്മിച്ചത് എന്നും ചരിത്രം പറയുന്നു. അതിനാൽ ടിപ്പുവിന്റെ കോട്ട എന്നും ഇതറിയപ്പെട്ടിരുന്നു. അന്നത്തെ പ്രാദേശിക ഭരണാധികാരിയായ ഒരു രാജാവ് സാമൂതിരിയുടെ ആക്രമണത്തെ ഭയന്ന് ഹൈദർ അലിയോട് സഹായം അഭ്യർത്ഥിച്ചു എന്നും അവസരം ഉപയോഗിച്ച് ഹൈദർ കോട്ട പിടിച്ചെടുത്ത് അധീനതയിലാക്കി എന്നൊക്കെ പറയപ്പെടുന്നു. പിന്നീട് ബ്രിട്ടീഷുകാരുടെ അധീനതയിലും ഈ കോട്ട ഉണ്ടായിരുന്നു. ചുറ്റും കിടങ്ങുകളോടുകൂടിയ അതിബൃഹത്തായ കോട്ടയുടെ കിഴക്കേ കവാടത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കോട്ടമതിലിന്റെ ഉൾവശത്ത് കല്ലിൽ കൊത്തിയെടുത്ത രൂപത്തിൽ തെക്കോട്ട് ദർശനമായി ശ്രീ ആഞ്ജനേയ സ്വാമി ഇവിടെ കുടികൊള്ളുന്നു. ഭഗവാൻ തൻ്റെ കൂപ്പുകൈകളിൽ ഗദ ധരിച്ചിട്ടുണ്ട്. വാൽ ഉയർത്തി വളച്ചു വെച്ചിരിക്കുന്നു. വാലിൻ്റെ അറ്റത്ത് ഒരു ചെറിയ മണിയുണ്ട്. വലത്ത് കോട്ടമതിലിൽ കുറച്ചു ഉയരത്തിലായിട്ട് ശ്രീരാമചന്ദ്രസ്വാമിയുടെ വെള്ളിഗോളക ചാർത്തിയ ശില്പമുണ്ട്. അതും കല്ലിൽ കൊത്തിവെച്ച രൂപത്തിൽ തന്നെയാണ്. ശ്രീരാമഭക്തനായ ആഞ്ജനേയ സ്വാമി ശ്രീരാമചന്ദ്രനിലേക്ക് തന്നെയാണ് ദൃഷ്ടിയൂന്നി നിലകൊള്ളുന്നത്. പണ്ടുകാലത്ത് യോദ്ധാക്കൾ കോട്ടയിൽ വാഴുന്ന ഹനുമാൻ സ്വാമിയെ തങ്ങൾക്ക് ധൈര്യവും ശക്തിയും ലഭിക്കുവാനായി ആരാധിച്ചിരുന്നുവത്രേ. ടിപ്പുവും പടയാളികളും ഭഗവാനെ പൂജിച്ചിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. വീര്യവും ഓജസ്സും തേജസ്സും ധൈര്യവും ശക്തിയും ഭക്തന് പകർന്നുകൊണ്ട് ശ്രീരാമഭക്തനായ പവനപുത്രൻ ഈ പുരാതന ക്ഷേത്രത്തിൽ പരിലസിക്കുന്നു. കുറച്ചു മാറി കോട്ടമതിലിൽ തന്നെ മഹാലക്ഷ്മി ദേവിയുടെയും ഗണപതി ഭഗവാന്റെയും കൊത്തിയെടുത്ത ശില്പങ്ങൾ കോട്ടമതിലിൽ തന്നെ കാണുവാനുമുണ്ട്. കോട്ട ആഞ്ജനേയൻ എന്നും ഇവിടെ വാഴുന്ന ഭഗവാൻ അറിയപ്പെടുന്നു. നല്ല തിരക്കുള്ള ഒരു ക്ഷേത്രമായ ഇവിടെ ശ്രീരാമനവമിയോടനുബന്ധിച്ചുള്ള ഉത്സവാഘോഷങ്ങളുടെ തലേന്നാണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. അതിനാൽ തന്നെ ലക്ഷാർച്ചനയിലും പങ്കുകൊള്ളുവാൻ സാധിച്ചു. ചൊവ്വ ശനി ദിവസങ്ങൾ ഏറെ പ്രധാനമാണ്. ശ്രീരാമനവമി, ഹനുമത് ജയന്തി, നവരാത്രി, കർക്കടകമാസം, നിറപുത്തരി എന്നിവയെല്ലാം ആണ്ടുവിശേഷങ്ങളുമാണ്. കുങ്കുമാർച്ചന, നെയ്വിളക്ക്, വെറ്റിലമാല, നാരങ്ങമാല, വടമാല, വെണ്ണക്കാപ്പ്, കടും മധുരം, അവൽ പ്രസാദം എന്നിങ്ങനെ ഒത്തിരി വഴിപാടുകൾ ഈ ക്ഷേത്രത്തിലുണ്ട്. ശത്രുദോഷങ്ങൾ, ദൃഷ്ടിദോഷങ്ങൾ എന്നിവയൊക്കെ മാറുവാൻ സുദർശന ഹോമം എല്ലാ ബുധനാഴ്ചകളിലും ഇവിടെ നടക്കാറുമുണ്ട്. സപ്തചിരഞ്ജീവികളിൽ ഉൾപ്പെടുന്ന ശ്രീ ഹനുമാൻ സ്വാമിയുടെ ഉത്ഭവത്തെക്കുറിച്ച് വിഭിന്നങ്ങളായ കഥകൾ പുരാണങ്ങളിൽ കാണുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രശസ്തമായ വിശ്വാസം മഹാദേവനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. കൈലാസനാഥനും ശ്രീ പാർവതീദേവിയും വാനരരൂപികളായി ഒരിക്കൽ വനത്തിൽ കേളികളിൽ വ്യാപൃതരാവുകയും അങ്ങനെ മഹാദേവ ചൈതന്യം പർവ്വതനന്ദിനിയിൽ സന്നിവേശിക്കുകയും ചെയ്യുന്നു. ആ ശിവചൈതന്യത്തെ ഭഗവാന്റെയും ദേവിയുടെയും നിർദ്ദേശപ്രകാരം
വായുദേവൻ സ്വന്തം കരങ്ങളിൽ ഏറ്റുവാങ്ങുകയും മാറോടണച്ചുകൊണ്ട് അത് അനുയോജ്യമായ ഒരിടത്ത് നിക്ഷേപിക്കുവാനായി ഈ പ്രപഞ്ചം മുഴുവൻ സഞ്ചരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഭൂമിയിൽ ശാപം കാരണം വാനര സ്ത്രീയായിട്ട് ജനിച്ച വിദ്യാധരി അഥവാ ഒരു അപ്സരസായ അഞ്ജനാദേവി മഹാദേവനെ പുത്രലാഭാർത്ഥം തപസ് ചെയ്യുന്നുണ്ടായിരുന്നു. വാനര രാജാവായ കേസരിയുടെ പത്നിയായ ആ ദേവിയിൽ വായുദേവൻ ശിവചൈതന്യത്തെ നിക്ഷേപിക്കുന്നു. അനന്തകോടി സൂര്യന്മാരുടെ തേജസ്സോടുകൂടിയുള്ള ഒരു ഉണ്ണിക്ക് അഞ്ജനാദേവി ജന്മം കൊടുക്കുന്നു. ജനിച്ച ഉടനെ തന്നെ സൂര്യബിംബം കണ്ട് അത് ചുവന്ന പഴമാണെന്ന് ധരിച്ചും കൊണ്ട് കുഞ്ഞ് ആകാശത്തേക്ക് കുതിച്ചു ചാടുന്നു. ഇത് കണ്ടതും ദേവേന്ദ്രൻ വേഗം ആ ഉണ്ണിക്ക് നേരെ തൻ്റെ വജ്രായുധം പ്രയോഗിച്ചു. ഹനു അഥവാ താടിക്ക് മുറിവേറ്റതിനാൽ അഞ്ജനാപുത്രൻ അന്നു മുതൽ ഹനുമാൻ എന്നറിയപ്പെട്ടു. തൻ്റെ പുത്രന് മുറിവേറ്റത് കണ്ട വായുദേവൻ കോപിഷ്ഠനായി വേഗം കുട്ടിയെയും എടുത്തും കൊണ്ട് പാതാളത്തിൽ പോയിരുന്നു. വായു ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായപ്പോൾ സർവചരാചരങ്ങളും എന്തിന് ഭൂലോകം മുഴുവനും പ്രാണനു വേണ്ടി ഇങ്ങനെ പിടഞ്ഞുകൊണ്ടിരുന്നു. അപകടം മനസ്സിലാക്കി ബ്രഹ്മാദിദേവന്മാർ വേഗം വായുദേവനെ കണ്ട് സമാശ്വസിപ്പിക്കുകയും ആ ജഗത് പ്രാണനന്ദനായ ഹനുമാൻ സ്വാമിക്ക് അനവധി വരങ്ങൾ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. സൂര്യനിൽ നിന്നാണ് മാരുതപുത്രൻ വേദശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നത്. സൂര്യാഭിമുഖമായി പുറകോട്ട് സൂര്യഗതിക്കൊപ്പം വായുവേഗത്തിൽ സഞ്ചരിച്ചും കൊണ്ട് 60 നാഴികയ്ക്കുള്ളിൽ സകല ജ്ഞാനവും സ്വായത്തമാക്കിയ ആഞ്ജനേയ സ്വാമിയോട് ഗുരുദക്ഷിണയായി സൂര്യദേവൻ ആവശ്യപ്പെട്ടതിൻ പ്രകാരമാണ് സൂര്യപുത്രനായ സുഗ്രീവന്റെ മന്ത്രിപദം അഞ്ജനാനന്ദനൻ ആജീവനാന്തം സ്വീകരിക്കുന്നത്. ശ്രീരാമചന്ദ്രസ്വാമിയെ കണ്ടുമുട്ടിയതിനു ശേഷം ഭഗവാന്റെ സന്തത സഹചാരിയായി മാറിയ ഹനുമാൻ സ്വാമി എങ്ങനെയാവണം ഒരു ഉത്തമ ഭക്തൻ എന്നതിൻ്റെ സർവോത്കൃഷ്ടമായ ഉദാഹരണമാണ്. സീതാന്വേഷണത്തിനായി ജാമ്പവാദികളുടെ പ്രേരണ നിമിത്തം ഭീമാകാരമായ വിശ്വരൂപം സ്വീകരിച്ചും കൊണ്ട് മഹേന്ദ്രപർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ഹുങ്കാരത്തോടുകൂടി ആ കുതിച്ചു ചാടുന്നതിന് മുമ്പുണ്ടല്ലോ ഒരു വാചകം ഭഗവാൻ പറയുന്നുണ്ട്. ലങ്കയെയും രാവണനെയും ഒക്കെ ഇല്ലാതാക്കി സീതാമാതാവിനെയും കൊണ്ട് ഞാനിങ്ങ് തീർച്ചയായും വരും. കാരണം രാമാങ്കുലീയമൻ കയ്യിലുണ്ടാകയാൽ. അതാണ് ഒരു ഉത്തമ ഭക്തന്റെ ലക്ഷണം. നിസ്വാർത്ഥനായ നിരഹങ്കാരിയായ ആത്മസമർപ്പണം ചെയ്ത താനൊരു ഉപകരണം മാത്രമാണ് ഈശ്വരൻ്റെ കയ്യിലെ എന്ന് ബോധമുള്ള ഒരു മഹാഭക്തൻ എപ്പോഴും അങ്ങനെയാണ്. താൻ എന്ത് ചെയ്താലും അത് തൻ്റെ ഈശ്വരൻ ചെയ്യിപ്പിക്കുന്നതാണ് എന്ന പൂർണ്ണ ബോധ്യം ആ ഭക്തനിലുണ്ടാവും. അതുല്യ ബലവാനായ വായുപുത്രനെ ഒന്ന് സ്പർശിക്കുവാൻ പോലും അഹങ്കാരത്തിൻ്റെ ഒരു കണികയ്ക്ക് പോലും ആയിട്ടില്ല എന്നത് തന്നെയാണ് രാമായണം എന്ന ഇതിഹാസം പറഞ്ഞു വയ്ക്കുന്നത്. അതുല്യമായ ശക്തിയുടെയും വീര്യത്തിൻ്റെയും ഊർജത്തിൻ്റെയും ഒക്കെ കലവറ തന്നെയായ ആഞ്ജനേയ സ്വാമി ഒരു മഹാജ്ഞാനിയും മഹായോഗിയും കൂടിയാണ്. മഹാദേവാംശജാതനായ ശ്രീരാമചന്ദ്രസ്വാമിയുടെ പരമഭക്തനായ വായുപുത്രനായ ഹനുമാൻ സ്വാമിയെ ആരാധിച്ചാൽ പിന്നെ ആ ഭക്തന് നാശമില്ല എന്നതാണ് സത്യം. സത്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും വിനയത്തിൻ്റെയും ഉദാത്തമായ ഭക്തിയുടെയും ഒക്കെ പ്രത്യക്ഷ ഉദാഹരണമായ ഹനുമാൻ സ്വാമിയെ പോലെയുള്ള അവതാരമൂർത്തികൾ ജന്മം കൊണ്ട ഭാരതം എന്ന പുണ്യമണ്ണിൽ ജനിക്കുവാൻ സാധിച്ച നാം ഓരോരുത്തരും ഒത്തിരി പുണ്യം ചെയ്തവർ തന്നെയാണ്. ഹൃദയത്തിൽ എപ്പോഴും ശ്രീരാമചന്ദ്രസ്വാമിയെയും സീതാദേവിയെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് ശ്രീരാമ മന്ത്രങ്ങൾ എവിടെയാണോ മുഴങ്ങുന്നത്
അവിടെ തൻ്റെ ദിവ്യമായ സാന്നിധ്യം അറിയിച്ചും കൊണ്ട് ഭക്തജനങ്ങളെ കാത്തു സംരക്ഷിച്ചുകൊണ്ട് പവനപുത്രൻ ഈ കോട്ടയ്ക്കകത്ത് പരിശോഭിക്കുന്നു. ഹനുമാൻ സ്വാമി കുടികൊള്ളുന്ന പുണ്യഭൂമികൾ കുഞ്ഞുനാൾ മുതൽ ഏറെ പ്രിയപ്പെട്ട ഇടങ്ങളാണ്. ഊർജവും ശക്തിയും വിദ്യയും പ്രവഹിപ്പിക്കുന്നതിനോടൊപ്പം ഉത്തമ ഭക്തിയുടെ മഹത്തായ മൂല്യങ്ങൾ കൂടി ഹനുമൽ ക്ഷേത്രങ്ങൾ ഹൃദയത്തിൽ നിറയ്ക്കാറുമുണ്ട്. ഈ പുരാതന കോട്ടയിൽ കുടികൊള്ളുന്ന ഈ ഹനുമൽ സ്വാമി ക്ഷേത്രം അതീവ ചൈതന്യവത്തായ ദിവ്യമായ ഒരു ഊർജവും ദിവ്യാനുഭൂതിയും കൂടിയാണ് പങ്കുവച്ചത്. ഈ പുണ്യഭൂമിയെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഉച്ചരിച്ച ഓരോ അക്ഷരവും ഏറെ പ്രിയപ്പെട്ട ഹനുമാൻ സ്വാമിയുടെ പൊന്നു തൃപ്പാദങ്ങളിൽ അർച്ചനയായി സമർപ്പിക്കുന്നു. ആഞ്ജനേയമതിപാടലാനനം കാഞ്ചനാദ്രികമനീയ വിഗ്രഹം പാരിജാതതരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം. ആഞ്ജനേയ സ്വാമിയുടെ സംരക്ഷണ കവചം നാം ഏവരിലും വന്ന് നിറയട്ടെ. ഏവർക്കും എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു. ശ്രീ ഹനുമാൻ സ്വാമി ശരണം. ശ്രീ ആഞ്ജനേയ സ്വാമി രക്ഷതു. ഹരേ രാമ ശ്രീരാമ ജയം.